ഞാൻ പറഞ്ഞത് അൻവർ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇവിടെ അതൊരു പ്രശ്നമല്ല. നിലമ്പൂരിൽ മത്സരം UDF LDF ആയിട്ടാണ്. അതിൽ ഞങ്ങൾ നല്ല മാർജിൻ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ട് ബാക്കി ആര് മത്സരിക്കുന്നു അത് അവരുടെ ഇഷ്ടം. അതിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മത്സരം UDF LDF മത്സരമാണ്. ഞങ്ങൾക്ക് നല്ല ഉറച്ച പ്രതീക്ഷയാണ് ആ സീറ്റിനെ കുറിച്ച്. എങ്ങനെ? അല്ല, അത് അവരുടെ കാര്യം. അതിൽ ഞങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല. മത്സരം UDF LDF ആണ്. ബാക്കി ആരും ഫാക്ടറല്ല. ബാക്കി ആരുമല്ല. എങ്ങനെ? എന്തായാലും നിലമ്പൂര് UDF ജയിക്കുമല്ലോ. പിന്നെ തോൽവിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെന്താ സംശയം എന്താ? പക്ഷേ ഇന്നിപ്പോ ഒരു വാർത്ത പത്രത്തിൽ കണ്ടത് നമ്മുടെ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ ഒരു മൊഴിയുടെ ഇതെന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഉറങ്ങിപ്പോയിന്ന. മന്ത്രി പറഞ്ഞ് അദ്ദേഹത്തിനെ വിളിച്ചു നോക്കി കിട്ടിയില്ല. അജിത് കുമാർ ഞാൻ ഉറങ്ങിപ്പോയി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൂരം നടക്കുമ്പോൾ ഇത്ര ഉറക്കം രാത്രി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം കലക്കിയതാണ്. അതാണ് KC വേണുഗോപാല് മലപ്പുറത്ത് പറഞ്ഞത്. ചതി ചെയ്ത് പിണറായിയാണെന്ന് പറഞ്ഞു. സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായിരുന്ന VS സുനിൽകുമാറിനെ ചതിയിലൂടെ ആ വോട്ട് BJPക്ക് മറച്ചു കൊടുത്ത മുഖ്യമന്ത്രിയാണ്. അപ്പൊ അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റോടുകൂടെ ആ സത്യം പുറത്തു വന്നു. പക്ഷേ അജിത് കുമാർ പറഞ്ഞ മൊഴി ഇനി ശരിക്കും പുറത്തു വരുമെന്ന് ഇപ്പോഴും പറയാനായിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ കൂടെ കണ്ടത് ഉറങ്ങിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിന് ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ല. ആർക്കും എന്തും പറയാവുന്ന ഒരു അവസ്ഥയാണ്. അതിനോടൊന്നും നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുമ്പോൾ ഈ തമാശ ഇടയ്ക്ക് ചില ആൾക്കാർ പൊട്ടിച്ചാൽ അതിനൊക്കെ എന്തിനാ റിപ്ലൈ പറയുന്നത്? എന്തിനാ? അല്ല, VS സുനിൽകുമാറിന് കിട്ടേണ്ട വോട്ടുകളാണ് BJPയിലേക്ക് മാറിയത്. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു കാലത്ത് ലീഡ് ചെയ്യാത്ത സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്ത് ഉൾപ്പെടെയാണ് CPM വോട്ട് മറിച്ചത്. മറ്റേ കോൺഗ്രസിന്റെ വോട്ടുകൾ കുറച്ച് വോട്ട് LDFയിലേക്ക് പോയിട്ടുണ്ട്. LDFയിലേക്ക് കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അല്ല, LDFയിലേക്ക് കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അല്ല, LDFയിലേക്ക് കുറച്ച് വോട്ട് പോയി. പക്ഷേ കൂടുതൽ വോട്ടുകൾ CPMന്റെ വോട്ടുകൾ BJPക്ക് പോയി. പിന്നെ ചത്തകുഞ്ഞന്റെ ജാതകം ഇവിടെ പരിശോധിച്ചിട്ട് കാര്യമില്ല. കുട്ടി ചത്തുപോയല്ലോ. ആ ജാതകയിൽ പരിശോധിക്കണം. നമുക്ക് നിലമ്പൂരും ഭാവി കാര്യങ്ങളും നോക്കുക. ശരി. അല്ല, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതിനൊന്നും അടിസ്ഥാനമില്ല. തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോയി. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല.